ഞാൻ ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ചൊരു കാര്യമാണ്, പ്രതിച്ഛായ എന്നുള്ളൊരു വാക്ക് 1991-96 സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു. ഈ ആഭ്യന്തര വകുപ്പിനെ ചൊല്ലി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ അതൊരു വലിയ ഡിബേറ്റിംഗ് പോയിൻ്റ് ആവുകയും അവസാനം മുഖ്യമന്ത്രിക്ക് രാജിവെച്ച് മാറേണ്ടി വരികയും ചെയ്തത് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്നുവെച്ചാൽ ഒരു ഗവൺമെൻറ് പ്രതിച്ഛായ എന്ന് പറയുന്നത് ബഷീർ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അത് പോലീസ് നയവുമായി വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കാരണം വെച്ചാൽ ജനത്തിനെ അടിച്ചൊതുക്കാൻ പോലീസിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജനം സർക്കാരിനെ അനുഭവിക്കുന്ന ഒരുപക്ഷെ പോലീസ് നടപടിയിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കഴിഞ്ഞ 9 വർഷം കഴിയുന്നു, അല്ല 9 വർഷം കഴിഞ്ഞു. ഈ കാലയളവ് എത്രയായിട്ടും ഇതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായാലും ഇത് ഒരു കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെയാണ് പോലീസിങ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചതാണോ, അതോ CPM-ൻ്റെ നയം മുഖ്യമന്ത്രിക്ക് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നതാണോ, പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ തിരുത്താൻ കഴിയാത്തതാണ്? ഇത് ഈ മാടായിപ്പാറയിൽ FIR ഉണ്ടല്ലോ, FIR-മായി ബന്ധപ്പെട്ട് CPM-ലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്. അത് തലയ്ക്ക് വെളിവില്ലാത്ത ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തലയ്ക്ക് നല്ല വെളിവും നല്ല ബോധ്യവുമുള്ള ആളുകൾ തന്നെയാണ് പോലീസിൽ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് പിറകിൽ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2016 മുതൽ ഇങ്ങോട്ട് വരെയുള്ള കേസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചില കേസുകളിൽ പോലീസ് അമിതാവേശം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2016 കാഞ്ഞങ്ങാട് വെച്ചിട്ട് സമസ്തയുടെ നേതൃത്വത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പോലീസ് കേസെടുത്തു. ആ കേസെടുത്തതിൽ FIR-ൽ എഴുതി വെച്ചത് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ എങ്ങനെയാണ് അത് കേസായി മാറുന്നത് എന്ന് തലക്ക് വെളിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്നും ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ പല സംഭവങ്ങൾ, നിരവധി ഉദാഹരണങ്ങൾ പറയാം. കാരണം ഒരു ചർച്ചയിൽ ഉന്നയിക്കാൻ കഴിയാവുന്നതിന് അത്രയും അധികം ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ഈ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു പ്രശ്നം, സംഘർഷമല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ വന്നത് വാസ്തവത്തിൽ CPI നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പോലീസ് കേസെടുത്ത് അതല്ല ഈ മൃതശരീരം ഇവിടെ പൊതു ദർശനത്തിന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് BJP-ക്കാർ പ്രകടനം നടത്തി. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു. അപ്പം അന്ന് പോലീസ് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം തീവ്രവാദികളും മാവോയിസ്റ്റുകളും ചേർന്നിട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ BJP-ക്കാർ പ്രകടനം നടത്തിയിട്ടുണ്ട്. BJP-യുടെ കൊടിയും വെച്ചുകൊണ്ട് അവർ റോഡിൽ പ്രകടനം നടത്തി അതിൻ്റെ കേസെടുത്തിട്ടില്ല. മറിച്ച് ഇവിടെ പറയുന്ന മുസ്ലിം തീവ്രവാദികളും മാവോയിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ അതിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത പരിപാടി, അതിനെതിരെ പോലീസ് കേസെടുത്തു. അതിന് മുമ്പ് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ നാടുകാണിയിൽ ഈ മലപ്പുറത്ത് നടന്ന കേരളയിൽ നടന്ന വെടിവെപ്പ്, ആ വെടിവെപ്പ് നടന്നിട്ട് ഇവിടുന്ന് ഒരു വസ്തുതാ അന്വേഷണ സംഘം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോലീസ് തടഞ്ഞു. പോലീസല്ല തടഞ്ഞത്, അവിടെ BJP അടക്കമുള്ള നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ് തടഞ്ഞത്, നാട്ടുകാരെന്നാണ് പറയുന്നത്. പക്ഷേ BJP ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ BJP നേതാക്കന്മാരെ തന്നെ കണ്ടതാണ്. അപ്പോൾ അവർ തടഞ്ഞ ഈ പോയ ആൾക്കാർക്കെതിരെയാണ് കേസെടുത്തത്, തടഞ്ഞ BJP-ക്കാർക്കെതിരെ കേസെടുത്തില്ല. അവിടെ വലിയൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, കേരള പോലീസിന് അഭിവാദ്യങ്ങൾ. അത് ഉയർത്തിയത് BJP-യാണ്. BJP-യുടെ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ കേരള പോലീസിന് സിന്ദാബാദ് വിളിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി കേസുകളുണ്ട് അങ്ങനെ. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്തോ ഒരു അജണ്ട കേരള പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ഭരണകക്ഷിയായിട്ടുള്ള CPM-ന് കഴിയുന്നില്ല എന്നുള്ളത് ഈ അടുത്ത സംഭവങ്ങളിൽ നിന്ന് കാണാം. കാരണം ഈ പോലീസ് മർദ്ദനത്തെക്കുറിച്ചുള്ള പല പരാതികളും ഉന്നയിക്കുന്നത് CPM-കാരോ DYFI-ക്കാരോ SFI-ക്കാരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വളരെ ബോധപൂർവമായിട്ട് പോലീസിൻ്റെ ഉള്ളിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അത് നിയന്ത്രിക്കാൻ CPM പോലൊരു പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതും പലപ്പോഴും CPM-ന് പോലീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന CPM നേതാക്കന്മാരുമാണെന്നുള്ളത്.
അപ്പം നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഭരണകൂടത്തിൻ്റെ അല്ല, ഏത് ഭരണകൂടത്തിൻ്റെ എന്നൊരു പ്രശ്നം വരും. അത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ആണോ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ആണോ എന്നൊരു പ്രശ്നം. അപ്പോൾ പോലീസിങ്ങിൽ ഇവിടെ നടക്കുന്നത് ഒരു 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 എന്താ ഒറ്റപ്പെട്ട സംഭവം ആണെന്നോ അല്ലെങ്കിൽ അത് വളരെ എന്താ പറയുക സ്വാഭാവികമായി നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തായാലും പോലീസ് ജനങ്ങളുമായിട്ട് പ്രശ്നമുണ്ടാവും. അതൊരു ഒരു പഴയ കാര്യമാണ്. പോലീസും എപ്പോഴും പോലീസ് ജനപ്രീതിയുടെ അടിസ്ഥാനമായി പോലീസിന് പ്രവർത്തിക്കാൻ പറ്റില്ല, വളരെ കൃത്യമായ കാര്യമാണ്. പോലീസിന് എന്തായാലും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. പക്ഷേ ഇവിടെ കാണുന്നത് ഓരോ സന്ദർഭത്തിലും ചില പ്രത്യേക കേസുകൾ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ റിജാസിനെ അതെ അവിടെ കേസെടുക്കുമ്പോൾ അപ്പോൾ അതൊരു ഓപ്പൺ പരിപാടിയാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ പെരുമാറുന്നു എന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് CPM ആണ്. ഇത് പോലീസ് ഞങ്ങളുടെ പോലീസ് നയമല്ല എങ്കിൽ പിന്നെ ആരുടെ പോലീസ് നയം? അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോൾ പ്രതിപക്ഷം ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചോ? അവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പോസ്റ്റ് 2014 ഈ IPS കേഡർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന ആളുകളാണല്ലോ. അവരിവിടെ ഭരിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ കീഴിലാണെങ്കിൽ പോലും അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കേന്ദ്ര സർവീസിലേക്ക് വേണമെങ്കിൽ അവർക്ക് പോകാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം അവരുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര സർവീസിനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഒരു സൗകര്യമുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥർ കേന്ദ്ര താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അവരെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയാതെ പോവുകയും ചെയ്യുന്നൊരു ഒരവസ്ഥയാണോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അല്ല, അത് കേന്ദ്രത്തിൽ BJP വരുന്നതിന് മുമ്പുള്ള IPS ഓഫീസർമാരുടെ കാര്യം നമുക്കറിയാം. അവരിപ്പം BJPയിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രസ്താവനകൾ കേൾക്കുക. വിരമിച്ച പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും RSSൻ്റെ പരിപാടികൾ നേരിട്ട് പങ്കെടുക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് ഒരു വശം മാത്രമാണ്. ഇനി BJP അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും അവരെ നിയന്ത്രിക്കുന്നതിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട് നമ്മൾ. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് ഭരണകൂടത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ചില ശക്തികൾ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ KSUക്കാരെ തീവ്രവാദികളെ പോലെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് കോടതി തന്നെ അതിനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു വളരെ നിസ്സാരമായ പ്രശ്നമല്ല, അതൊരു തിരഞ്ഞെടുപ്പ് വിഷയവുമല്ല. കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുത്ത് വേറെ UDF വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതൊരു സിസ്റ്റമിക് പ്രശ്നമാണ്. ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ എന്നർത്ഥത്തില്ല, ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളല്ല, മറിച്ച് അടിസ്ഥാനപരമായ സിസ്റ്റമിക് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിൽ ഈ സംഘപരിവാറിൻ്റെ സ്വാധീനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കോൺഗ്രസ് CPM അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അല്ലെങ്കിൽ UDF LDF എന്നുള്ള ഒരു വിഭജനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു നമ്മൾ തന്നെ പറയല വളരെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിൻ്റെ ചില ബഹിസ്ഫുരണങ്ങളാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാവുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതായില്ല എന്ന് വരും. അപ്പോൾ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് മറന്നുപോകും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാവാത്ത പ്രശ്നങ്ങൾ. പക്ഷേ എന്തായാലും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം പാശ്ചാത്യ ലോകത്തിൽ കാണുന്ന സമൂഹം പോലെ ആയിട്ട് മാറിയിട്ടില്ല. നമ്മുടെ പോലീസും അങ്ങനെ ആവില്ല. ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ അതുപോലെയാണല്ലോ പോലീസിങ് ഉണ്ടാവുക. അപ്പോൾ കേരള പോലീസ് കുറ്റാന്വേഷണ കാര്യത്തിലൊക്കെ വളരെ മിടുക്കരാണ്, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജോലി കുറ്റാന്വേഷണമാണെങ്കിലും ഈ ലോ ആൻഡ് ഓർഡർ എന്നുള്ളതും അല്ലെങ്കിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ജനമൈത്രി എന്നുള്ളൊരു സങ്കല്പം വരുന്നുണ്ട്. പലപ്പോഴും ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ എന്ന ബോർഡ് വെച്ച സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഇതിൻ്റെ ഇൻറ്റേർണൽ കോൺട്രഡിക്ഷനെയാണ് കാണിക്കുന്നത്. നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നാവുന്നില്ല എന്ന്, അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും. അത് നിയമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിൻ്റെ പ്രശ്നമുണ്ടാവാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കും.